നമ്മുടെ വൈക്കത്ത് ഒരു സൈക്കിൾ വാങ്ങുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ തരട്ടെ. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് സ്കൂട്ടർ ഏറ്റവും വിലക്കുറവ് വിറ്റ സ്ഥലത്താണ് ഞാനുള്ളത്. അപ്പോൾ ഓണാണ് വരാൻ പോകുന്നത്. എല്ലാവരും വണ്ടി എടുക്കാനുള്ള ടൈമാണ്. എല്ലാവരുടെയും കയ്യിൽ റെഡി പൈസയ്ക്ക് വണ്ടി എടുക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് EMI അവൈലബിൾ ആണ്. നമുക്ക് EMI അവൈലബിൾ ആണ്. ഏകദേശം ഒരു 2500 രൂപയൊക്കെ നമുക്ക് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് വണ്ടി EMI കൊടുക്കാവുന്ന. ഞാൻ നമ്മുടെ അനുരാഗ് മോട്ടോഴ്സിൽ വന്നപ്പോഴേക്കും നിങ്ങളുടെ വീട്ടിൽ വണ്ടി, റോട്ടിൽ മുഴുവനും വണ്ടി, ഇതേ ഷോറൂം ഫുള്ള് വണ്ടി. നമുക്കിപ്പോ എത്ര വണ്ടിയോളം സ്റ്റോക്ക് ഉണ്ട്? നമുക്ക് ഏകദേശം 80-90 വണ്ടിയോളം നമുക്ക് ലൈവായിട്ട് നമ്മുടെ 80-90 വണ്ടിയോളം ഇപ്പൊ ഇവിടെ ഉണ്ട്. നമുക്ക് ന്യൂട്രോണിന് 12 മോഡലുകളാണ് വരുന്നത്. ആ 12 മോഡലുകളും അതിന്റെ എല്ലാ കളറുകളും 2-3 എണ്ണം വെച്ച് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ മെയിൻ ആയിട്ട് മേടിക്കുന്നത് ലേഡീസും ഈ പ്രായം ചെന്ന ആൾക്കാരൊക്കെയാണ്. അവർക്ക് ഇതിന്റെ ഹൈറ്റ് ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ഹൈറ്റിൽ എന്തെങ്കിലുമൊക്കെ ഹൈറ്റ് കൂട്ടി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഹൈറ്റ് കുറച്ച് കൊടുക്കാവുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്തു. ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റി പറയുമ്പോൾ തന്നെ എല്ലാവരും പറയാൻ പോകുന്ന കമന്റ് ആണ്, ബാറ്ററി പോകും, വാറണ്ടി ഇല്ല, കൊടുക്കുന്ന പൈസ വേസ്റ്റ് ആണ്. എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? നമുക്ക് ഓൾറെഡി ഇതിനെല്ലാത്തിനും നമുക്ക് വാറണ്ടി ഉള്ള റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് വരുന്നത്. 1 വർഷം ഗ്യാരണ്ടി ഉള്ള ബാറ്ററി ഉണ്ട്, 2 വർഷം ഗ്യാരണ്ടി ഉള്ള ബാറ്ററി ഉണ്ട്, 3 വർഷം ഗ്യാരണ്ടി ഉള്ള ബാറ്ററി ഉണ്ട്. മോട്ടറും കൺട്രോളറും ഒക്കെ നമുക്ക് 2 വർഷം ഗ്യാരണ്ടി ഉണ്ട്. സർവീസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്രീ ആണ് ഇവിടെ. ഫ്രീ സർവീസ് ആണ്. വണ്ടി ഇവിടെ കൊണ്ടുവന്ന് സർവീസ് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? പിന്നെ വീട്ടിൽ പോയി നമ്മൾ ചെയ്യാറുള്ളൂ സർവീസ് എല്ലാം വരുന്നത്. നമുക്ക് ഓൾറെഡി 5-6 സ്റ്റാഫുകൾ തന്നെ സർവീസിന് മാത്രമായിട്ടുണ്ട്. മറ്റ് കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഇവിടെ കൊണ്ടുവന്നാലും സർവീസ് ചെയ്യും. പിന്നെ നമ്പർ പ്ലേറ്റ് വേണ്ടത് എല്ലാ വണ്ടികൾക്കും നമ്മളിവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. ബൈക്ക് ആയിക്കോട്ടെ, സ്കൂട്ടർ ആയിക്കോട്ടെ, മോഷണവും കൂടുതലാണ്. ഇതിന് നമുക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി പർപ്പസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. നമുക്ക് കാറിന്റെ ഒക്കെ പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു റിമോട്ട് നമ്മൾ കൊടുക്കുന്നത്. സെൻട്രൽ ലോക്ക് ആണ് സംഭവം. നമുക്ക് ഇതിൽ തന്നെ വണ്ടി ഓൺ ആക്കാനുള്ളതും ഓഫ് ആക്കാനുള്ളതും ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ലോക്ക് ഉണ്ട്. ഈ ലോക്ക് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓൾറെഡി ലോക്ക് ആണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. വേറെ ആർക്കും അറിയില്ല. അവരിതെങ്ങാനും അടിച്ചോണ്ട് പോകാനായിട്ടോ വല്ല നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലാറടിക്കും. ഇപ്പോഴത്തെ പെട്രോളിന്റെ വില അറിയാലോ, വാണം പോലെ അങ്ങ് കയറിക്കൊണ്ടിരിക്കുകയാണ്. 1 കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ ഓടാൻ എന്തോരം കറണ്ട് വേണം? നമുക്ക് ഏകദേശം 1 യൂണിറ്റ് കറണ്ട് മതി. അതായത് 70 കിലോമീറ്റർ ഓടാനായിട്ട് നമുക്ക് ഏകദേശം 1 യൂണിറ്റ് കറണ്ട്. 1 യൂണിറ്റ് കറണ്ട് എത്ര രൂപ വരും? 3 രൂപ 4 രൂപ നമുക്ക് ചിലവ് വരുന്നുള്ളൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് സ്കൂട്ടർ ഏറ്റവും വിലക്കുറവിൽ വിറ്റത് നമ്മുടെ വൈക്കത്തെ അനുരാഗ് മോട്ടോഴ്സ് എന്നാണ് ഇവര് പറയുന്നത്. ഉള്ളതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വണ്ടി വിറ്റതിനകത്ത് 3ാം സ്ഥാനമാണ് ഞങ്ങൾക്ക്. ഇതാണ് അതിന്റെ സർട്ടിഫിക്കറ്റ്. അതിന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ഈ ഓണത്തിന് ഏറ്റവും വിലക്കുറവിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നേരെ നമ്മുടെ അനുരാഗ് മോട്ടോഴ്സിലേക്ക് വന്നാൽ മതി. സ്റ്റോക്കിനെ പറ്റി ഒരു ടെൻഷനും വേണ്ട. വീട് മുഴുവനും വണ്ടി നിരത്തിയേക്കാണ്. നമ്മുടെ അനുരാഗ് മോട്ടോഴ്സിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു തന്നെ നമ്മുടെ വൈക്കം മൂത്തേടുത്താവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അടുത്ത ഷോപ്പ് വരുന്ന കുമരകത്താണ്. കുമരകത്ത് കുമാരമംഗലം എന്ന് പറഞ്ഞ അമ്പലത്തിന് തൊട്ട് സമീപത്താണ്. നമ്മുടെ ഷോപ്പ് പ്രവർത്തിക്കുന്ന ടൈം കൂടി ഒന്ന് പറഞ്ഞു തന്നെ. എല്ലാ ദിവസവും ശനി, ഞായർ, ക്രിസ്മസ്, ഓണം, വിഷു ഏതെടുത്താലും നമുക്ക് വെളുപ്പിന് 6:30 തൊട്ട് രാത്രി 9:30 വരെയാണ് സെയിലും സർവീസും വരുന്നത്. അപ്പൊ അനുരാഗ് മോട്ടോഴ്സിന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓണമാണ്, ഒരു വണ്ടി എല്ലാവരുടെയും ആഗ്രഹമാണ്. നല്ല ഓഫറിൽ കൊടുക്കുമല്ലോ. തീർച്ചയായിട്ടും. എന്ത് വിധത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് കൊടുക്കുമല്ലോ.